കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലൂടെ ബാസുരംഗനും കുടുംബവും കൂട്ടാളികളും ചേർന്ന് തകർത്തത് നിരവധി സാധാരണക്കാരായ ആളുകളുടെ ജീവിതങ്ങളെയാണ്. മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നതോടെ 3 തവണ കല്യാണം മാറ്റിവെക്കേണ്ടി വന്നവർ. വാർദ്ധക്യകാലത്തെ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച പണം ചികിത്സയ്ക്കായി പോലും എടുക്കാൻ പറ്റാതെ പോയവർ. എയർഫോഴ്സിൽ മരണപ്പെട്ടു പോയ മകന്റെ ഇൻഷുറൻസായി കിട്ടിയ പണം തന്റെ ക്യാൻസർ ചികിത്സയ്ക്കായി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത പിതാവ്. അങ്ങനെ ജീവിതം തകർന്ന ഒട്ടനവധി പേരുണ്ട്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ആളാണ് രാജേന്ദ്രൻ. 2 പെൺമക്കൾ. അവരുടെ കല്യാണ ആവശ്യത്തിനായാണ് പെൻഷൻ പണം മാറ്റിവെച്ചതും. വർഷങ്ങൾക്ക് മുൻപ് അതുകൊണ്ട് നിക്ഷേപിച്ചതാകട്ടെ കണ്ടല സഹകരണ ബാങ്കിലും. കല്യാണ ആവശ്യത്തിനായി സ്വർണം ബുക്ക് ചെയ്യാൻ പണത്തിനായി എത്തിയപ്പോഴാണ് ബാങ്കിലെ പ്രശ്നങ്ങൾ അറിയുന്നത്. പണമില്ലാത്തത് കാരണം പല തവണയാണ് മകളുടെ കല്യാണം മാറ്റിവെക്കേണ്ടി വന്നത്. കല്യാണം തീർച്ചപ്പെടുത്തി ഡേറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് മാറിയതെന്ന് വെച്ചാൽ പൈസ ഇല്ലാതെ പിന്നെ ലെറ്റർ കൂടി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പൈസയ്ക്ക് പൈസ വേണ്ടയാ. നമുക്ക് കല്യാണ പാർട്ടിക്കോ ആശുപത്രി പാർട്ടിക്കോ ആദ്യം തരാതെ ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. 2000, 3000, 5000, 10000. നമുക്ക് എന്നാൽ 10,000 കഴിഞ്ഞ മാസം 10,000 രൂപ വന്ന് കല്യാണത്തിന്. എന്ത് ചെയ്യാനാ? ഇങ്ങനെ പോയാൽ കല്യാണം എങ്ങനെ നടത്തുന്ന? ഇത് അയ്യപ്പൻ നായർ. ചെറുപ്പകാലം മുതൽ ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണം വാർദ്ധക്യകാലത്തെ ആവശ്യങ്ങൾക്കായി കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ചു. പക്ഷേ ഇപ്പോൾ ഭാര്യയ്ക്ക് ഹൃദ്രോഗം രൂക്ഷമായപ്പോൾ ചികിത്സയ്ക്കായി പോലും പണം ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടാത്ത ദുരവസ്ഥ. എനിക്ക് 3.5 ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടാകുന്ന 2 FD ആയിട്ടാണ് കിടന്നത്. അതിൽ 2021 മാർച്ചിൽ മെച്ചറായി. അങ്ങനെ എനിക്കൊരു 60,000 രൂപ കിട്ടി. വൈഫിന് സുഖമല്ല. വൈഫ് ഹാർട്ട് പേഷ്യൻ്റാണ്. അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കില്ല. 75,000, 80,000. ആശുപത്രിയിൽ പോയാൽ ശരിക്കും പൈസയാവും. അതിനുവേണ്ടിയുള്ള പൈസ നമ്മളെ ഇല്ല. ഇത് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എയർഫോഴ്സിൽ അപകടത്തിൽ മരണപ്പെട്ടതാണ് ശശികുമാറിന്റെ മകൻ വൈശാഖ്. മകന്റെ മരണത്തിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുകയായി കിട്ടിയ പണം നിക്ഷേപിച്ചത് കണ്ടല ബാങ്കിലാണ്. ഇപ്പോൾ ക്യാൻസറിന്റെ ചികിത്സയിലാണ് ശശികുമാർ. 2 ശസ്ത്രക്രിയകളും കഴിഞ്ഞു. പക്ഷേ തുടർ ചികിത്സയ്ക്ക് ഇപ്പോൾ പണം പുറത്തുനിന്ന് കണ്ടെത്തേണ്ട അവസ്ഥ. എനിക്ക് ഇനിയുള്ളത് ഒരു 19 ലക്ഷത്തോളം രൂപയുണ്ട്. 2011 ഒക്ടോബർ 2-ാം തീയതി ഡൽഹിയിൽ രജപതിൽ വെച്ചുള്ള ആക്സിഡൻറ്റിൽ 4 പേര് മരിക്കുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ മകനും. അതായത് നിലവിൽ ഇപ്പോൾ മാസാമാസം എനിക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു 25,000 രൂപ വേണം. അപ്പോൾ ഇത് ഈ പറഞ്ഞ കണക്ക് ഒന്നിനും ഉപകാരപ്പെടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്കും മറ്റു കാര്യത്തിനും വേണമെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം. പ്രതികളുടെ സ്വത്ത് കണ്ടെത്തലും ശിക്ഷയും ഒന്നുമല്ല ഈ സാധാരണക്കാരുടെ ആവശ്യം. ഒരായുസിന്റെ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ ആരുടെയോ കൈകളിലാണിപ്പോൾ. അതൊക്കെ തങ്ങൾക്ക് എത്രയും വേഗം തിരികെ കിട്ടണം. അതുമാത്രമാണ് ഇവരുടെ ആവശ്യം. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.